ധന്യ, നമ്മുടെ PV അൻവറിന് വലിയ വലിയ സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് A ജയശങ്കർ മുൻപ് കോൺഗ്രസിനെ വിമർശിച്ച പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് അപമാനിക്കുന്ന രീതിയിൽ പറയുകയാണ്. പക്ഷേ നമ്മളെല്ലാം അഡ്വക്കേറ്റ് A ജയശങ്കറിനെ എന്തായിട്ടാണ് പറയുന്നത്? നിഷ്പക്ഷമായി രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അതിൻ്റെ തെളിവാണ് അദ്ദേഹം മുൻപ് കോൺഗ്രസ്സുകാരെ വിമർശിച്ചു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് പക്ഷപാതപരമായിട്ടല്ല അദ്ദേഹം പ്രതികരിക്കുന്നത്. സമൂഹത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാം അദ്ദേഹം നിഷ്പക്ഷമായി ജനപക്ഷത്ത് നിന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് PV അൻവർ ഇപ്പോൾ കൊണ്ടിട്ടിരിക്കുന്ന ആ പോസ്റ്റുകൾ. PV അൻവർ എന്ത് വിചാരിച്ചു? ഇങ്ങനെ ജയശങ്കറിനെ അങ്ങ് അധിക്ഷേപിക്കാം, അദ്ദേഹം ഇപ്പോൾ PV അൻവറിനെ വിമർശിക്കുന്നു, മുൻപ് കോൺഗ്രസ്സുകാരെ താറടിച്ച് കാണിച്ചതാണ്. അതായത് മുഹമ്മദ് ഷിയാസ് അൻവറിനെ വിമർശിക്കുകയും അഡ്വക്കേറ്റ് ജയശങ്കറിന് സപ്പോർട്ടുമായി രംഗത്തെത്തിയത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു പോസ്റ്റുമായി അദ്ദേഹം എത്തിയിട്ടുള്ളത്. ധന്യക്ക് എന്ത് തോന്നുന്നു? അഡ്വക്കേറ്റ് ജയശങ്കർ ഇതെല്ലാം കണ്ട് പേടിച്ച് PV അൻവറിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അൻവറിന് ആഗ്രഹം അതാണ്, അഡ്വക്കേറ്റ് ജയശങ്കർ ഒന്ന് മാപ്പ് പറഞ്ഞാൽ കൊള്ളാമെന്നുള്ളത്. പക്ഷെ പവനായി ശവമായി ഇവിടെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നടക്കാനും പോകുന്നില്ല. അൻവറിനെ മറുപടി കൊടുക്കാൻ, അതായത് ജയശങ്കറിൽ നിന്നൊരു മറുപടി വാങ്ങാൻ പോലും അൻവറിന് യോഗ്യതയില്ല എന്ന് ജയശങ്കർ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പം ഞാനൊരു പരാമർശം ഉന്നയിച്ചാൽ അതിന് മറുപടി തരുമ്പോഴാണ് എനിക്കതിന് യോഗ്യത ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഞാൻ മറുപടി കൊടുക്കേണ്ട യോഗ്യതയെന്ന് അവനില്ല, അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. അതാണ് ജയശങ്കർ ചെയ്തത്. അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നിഷ്പക്ഷനായ ഒരു മാധ്യമം. അദ്ദേഹം BJP വിമർശിക്കും, കോൺഗ്രസിനെ വിമർശിക്കും, ഇന്ത്യ പ്രധാനമന്ത്രിയെ വിമർശിക്കും, പിണറായി വിജയനെ വിമർശിക്കും, രാഹുൽ ഗാന്ധി വിമർശിക്കും. അദ്ദേഹം എല്ലാ നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാവരെയും അദ്ദേഹം വിമർശിക്കുന്ന ഒരാളാണ്. ആ വിമർശനത്തിൽ കൃത്യമായ കാര്യങ്ങൾ, അല്ലാതെ വെറുതെ എവിടെയെങ്കിലും കേൾക്കുന്ന എന്തെങ്കിലും വെടിയും പുകയും പറഞ്ഞു വെക്കുന്നതല്ല. അദ്ദേഹം കൃത്യമായ കാരണങ്ങളോടെയാണ് ആ വിമർശനം നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന് ഒരുപാട് ആരാധകരുള്ളതും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾ കാതോർക്കുന്നത്. ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളായത് കൊണ്ടാണ് അദ്ദേഹത്തെ അത്രയും സ്വീകരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ആ പാർട്ടി ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു അഡ്വക്കേറ്റ്, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നത്. പക്ഷേ ആ ജയശങ്കറിനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മ്ലേച്ഛമാണ്. കക്കൂസ് മാലിന്യം ബക്കറ്റിൽ കൊണ്ടുവന്ന് ജയശങ്കർ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ കോരി ഒഴിക്കും. അങ്ങനെ പറയണമെങ്കിൽ ആ പറയുന്നവൻ അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി അതിലും താഴെയുള്ള ആളായിരിക്കണം. കക്കൂസ് മാലിന്യം കോരുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഉപജീവന മാർഗം നടത്തുന്നവരാണ്. അതിലും ഗതികെട്ടവനാണ് ഈ പറയുന്ന ആള് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ടൂരി അതിൻ്റെ അകത്തുള്ള കളസം വലിച്ചു കീറുമെന്ന് പറയുമ്പോൾ എത്ര സംസ്കാരശൂന്യനാണ് PV അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ MLA ആയ ഗുണ്ട എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് KT ജലീൽ മതരാഷ്ട്രവാദിയും മത തീവ്രവാദിയും എന്നാണ്. അൻവർ ക്രിമിനൽ എന്നാണ് പറഞ്ഞത്. അൻവറിനെ ഒരിക്കലും മത തീവ്രവാദി എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടുമില്ല. ഇതിലും ഭേദമാണ്, അൻവറിനെ ജലീലിനേക്കാളും ഭേദമാണ് അജിത് കുമാറും ശശിയും എന്നാണ് ജയശങ്കർ പറയുന്നത്. മാത്രമല്ല, പിണറായിയാണ് കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി. പക്ഷേ അൻവറിനെ വെച്ച് നോക്കുമ്പോൾ പിണറായി ദൈവപുത്രൻ എന്നാണ് ജയശങ്കർ പറയുന്നത്. ആ കാര്യങ്ങളുടെ ഒരു അവലോകനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന രീതികൾ, ഇതൊക്കെ കൃത്യമാണ് എന്നുള്ളത്. എന്തായാലും നാണം കെട്ടത് അൻവറാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മലം കോരിയ ബക്കറ്റ് അൻവറിന്റെ തലയിൽ തന്നെ അൻവർ ഒഴിച്ചു എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് സ്വന്തമായി തലയിൽ ഒഴിച്ചു എന്നുള്ളതാണ്. ഒരു പ്രയോഗമുണ്ട്, പന്നികളുമായി ബുദ്ധിയുള്ളവർ മൽപ്പിടുത്തം നടത്താറില്ല. കാരണം ചെളിക്കുണ്ടിൽ ജീവിക്കുന്നവരാണ് ആ പന്നികൾ. അപ്പൊ അവർക്ക് ഈ ചെളി ദേഹത്താകുന്നത് ഒരു പ്രശ്നമേ അല്ല, അത് അലങ്കാരമാണ്. അപ്പൊ അങ്ങനെയുള്ളവരുമായി ബുദ്ധിയുള്ളവരാരും മൽപ്പിടുത്തത്തിന് പോവില്ല. ആ ഒരു നിലപാടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് A ജയശങ്കർ എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം വിഷയമേ ഇല്ല. അൻവർ എന്ന് പറയുന്നത് ജയശങ്കറിന്റെ ഒരു വിഷയമേ അല്ല. നീ ആരടാ എന്നാണ് ചോദിക്കുന്നത്. കാരണം നിനക്ക് മറുപടി ഇപ്പൊ ജയശങ്കർ ഏത് വിഷയത്തിൽ ഏത് ചാനൽ വിളിച്ചാലും, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റിലാണ് ചർച്ചകൾക്ക്, നമ്മുടെ ABCയിലും അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ മറുപടി പറയുകയും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം മൗനം പാലിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കാനോ മാപ്പ് പറയാനോ
അല്ലെങ്കിൽ മറുപടി നൽകാനോ അദ്ദേഹം അതിനുശേഷം ഇതിനെക്കുറിച്ച് മറുപടി പോലും എന്തിന് ഖേദം എന്തിന് മാപ്പ് ഇതിപ്പോ അദ്ദേഹം അരുതാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ്. ഇപ്പോ കാരാട് റസാഖും ജലീലും അൻവറും കൂടി പുതിയ പാർട്ടി പുതിയ മുന്നണി രൂപീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് പിണറായിക്ക് തന്നെയാണ് തലവേദന. പുതിയ മുന്നണി രൂപീകരിച്ചുകൊണ്ട് ഈ പിണറായിക്ക് വച്ച വെടി അജിത് കുമാറിനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അജിത് കുമാറിന് വച്ച വെടി കൊള്ളുന്നത് പിണറായിക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവർ മൂന്നുപേരും കൂടി ഒന്നിച്ചു കഴിയുമ്പോൾ എന്താകും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ. എന്തായാലും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടയില്ല വെടികൾ കുറെ വയ്ക്കുന്നു, അതൊന്നും ഏക്കേണ്ടടുത്ത് ഏക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സഖാവിന് ചേർന്ന രീതിയിലല്ല അൻവറിന്റെ പ്രവർത്തനവും അൻവറിന്റെ രീതിയും. അൻവർ സഖാവല്ല. പണമുണ്ടെങ്കിൽ ഏത് പൊട്ടനും MLA ആകാമെന്ന് അൻവർ തെളിയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നിലമ്പൂരിലെ പെയ്ഡ് സീറ്റാണ്, അത് പണം കൊടുത്ത് വാങ്ങി ആ കൊഴുപ്പിൽ കിടന്ന് നെളിയുന്നു. എന്നിട്ട് ഓരോ ദിവസവും മാധ്യമങ്ങളെ വിളിച്ച് ഹീറോ പരിവേഷം കെട്ടാനായി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ആരുടെയൊക്കെ ഫോണ് റെക്കോർഡ് ചെയ്ത് വച്ചിട്ട് അതിൻ്റെ വീമ്പിളക്കുന്നു. അൻവർ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്നതിനൊന്നും തടയിടാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുന്നില്ല. ആഭ്യന്തരമന്ത്രി കഴിവ് കെട്ടവനായി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ മാപ്പ് പറയാൻ പോകുന്നു എന്ന് അൻവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരുടെ സ്വപ്നം മാത്രമാണ്. ഒരിക്കലും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കണം. മറുപടി പറയാൻ പോലും യോഗ്യതയില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി നിർത്തുന്നവനോട് എങ്ങനെയാണ് മാപ്പ് പറയുന്നത്? അതല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഈ അൻവർ പിന്നെ ജയശങ്കറിനെ ഇപ്പോൾ സഹായിക്കുന്ന അല്ലെങ്കിൽ ജയശങ്കറിനോടൊപ്പം നിൽക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പഴയ വീഡിയോസൊക്കെ കോൺഗ്രസിനെ കുറിച്ച് ജയശങ്കർ പറഞ്ഞതൊക്കെ എടുത്തിട്ട് അലക്കുന്നത്? അതിൽ നിന്ന് തന്നെ ഈ വിവരം ഇല്ലാത്ത സത്യത്തിൽ പൊട്ടനെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനി വേറെ തരത്തിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് ആ വാക്ക് ഞാൻ പിൻവലിക്കുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ എല്ലാവരെയും ഒരുപോലെ വിമർശിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന്? അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തവൻ ആരടാ MLA ആക്കിയതെന്നാണ് ചോദിക്കാറുള്ളത്. സത്യത്തിൽ അൻവറിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ തമാശയായിട്ടാണ് തോന്നുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ എതിർപ്പുണ്ടായിരുന്നു. അവർക്ക് തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം പല പല വിഷയങ്ങളിൽ അവർ പോലും സാധാരണക്കാരോട് മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ചാനൽ ചർച്ചകളിൽ പോലും അന്ന് CPM പ്രതിനിധികൾ ഉത്തരം മുട്ടിയിരിക്കുന്നു, അവർ ചാനൽ ബഹിഷ്കരിക്കുന്നു. അവർ അതിന് പകരം ചാനൽ അവതാരകരോട് പറയും അവർ തർക്കിക്കാൻ എനിക്ക് സമയം തരൂ, ഇടപെടരുത്, എനിക്ക് സമയം തരൂ, അവരോട് സംസാരിച്ചില്ലേ എനിക്ക് സമയം തരൂ, ഇങ്ങനെ അവർ ഉരുണ്ട് കളിക്കുന്ന ഒരു കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് PV അൻവർ വന്നിട്ട് പിണറായി വിജയനെ ആണ് വിമർശിക്കുന്നത് എന്ന രീതിയിൽ അജിത് കുമാറിനെയും മറ്റും ആക്രമിച്ചപ്പോൾ ഈ കുറേ ആൾക്കാർക്ക് ഒരു മനസ്സിലൊരു ഇത് വന്നു, നമുക്ക് പറയാനുള്ളത് PV അൻവർ പറഞ്ഞല്ലോ എന്ന ഒരു 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 സന്തോഷം തോന്നിയിട്ട് PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വന്നിട്ട് നിങ്ങളെ ഞങ്ങൾ അക്ഷരം തെറ്റാതെ വിളിക്കും സഖാവ് എന്ന് കമൻറ്റുകളാ കുറേ പേര് അൻവറിനെ എടുത്തങ്ങ് തലയിൽ വെക്കുന്നുണ്ടായിരുന്നു. അത് ഇവർക്ക് സ്വന്തമായി പറയാൻ പറ്റാത്തത് PV അൻവർ പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടായ ഒരു കുളിരാണത്. പക്ഷെ അൻവർ എന്ത് കരുതി? അൻവർ മുഖ്യമന്ത്രിയായി എന്ന ഒരു ധാരണയിലാണ് ഈ ഒരു ധാർഷ്ട്യവും അൻവർ മുഖ്യമന്ത്രിയാകും. എങ്ങനെയാണെന്ന് കൂടെ തന്നെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം പിണറായിക്കിട്ട് താങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അത്രയും ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാജാവെന്നാണ് പിണറായി വിചാരിച്ചത്. നിലമ്പൂരിലെ കുറച്ച് ആൾക്കാർക്ക് രാജാവായിരിക്കാം, കുറച്ച്മാർക്കും രാജാവായിരിക്കാം. പക്ഷെ അങ്ങനെ പറയണ്ട, പിണറായി പോയാൽ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, യോഗ്യന്മാരായ പലരും ഉണ്ട്. പിണറായിയാണ് കേരളത്തിലെ വലിയ രാജാവെന്ന് പിണറായി ധരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്കപ്പുറം വേറെ ആരുമില്ല. ബാക്കി എനിക്ക് ശേഷം പ്രളയം എനിക്ക് ഓട്ടിട്ടവരെല്ലാം അടിമകളാണ്. ഞാനും കമലയും വീണയും റിയാസും ഞങ്ങളുടെ കൊച്ചുമക്കളും എന്റെ മോനുമാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തെ രാജ്യമാക്കി കേരളം ഭരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ്. അത് അങ്ങനെ മുന്നോട്ട് പോയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ മൊട്ടുസൂചിയിൽ ഇങ്ങനെ ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. അൻവർ മൊട്ടുസൂചി അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുഖ്യൻ. കാരണം ഒന്ന് അമർന്നാൽ ഈ മൊട്ടുസൂചി മൊത്തവും മുഖ്യന്റെ ആസനത്തിലേക്ക് കയറിപ്പോവും. അതാണ് ഇപ്പൊ അതാണ് യാഥാർത്ഥ്യം. കാരണം ചേച്ചി സഖാവെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവന്മാരോട് എനിക്കൊരു ചോദ്യം, എപ്പോഴെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ടി ഒരു കൊടിയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഇവനൊക്കെ സമരം ചെയ്തിട്ടുണ്ടോ?
അത്തരം സമരങ്ങൾ ചെയ്ത് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആയിരക്കണക്കിന് നല്ലവരായ സഖാക്കളുടെ പാർട്ടിയാണിത്. നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയാണ്. അവരൊക്കെ പാർട്ടി മാറി ഇപ്പം കോൺഗ്രസിനും BJPയിലും ചേക്കേറാണ്. കാരണം ഈ പാർട്ടി അത്രത്തോളം നശിച്ചു പോയി എന്ന് കണ്ടുകൊണ്ട്. അപ്പോ PV അൻവർ എങ്ങനെയാണ് സഖാവാകുന്നത്? പാർട്ടിക്കെതിരെ നിന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പരസ്യമായി വിളിച്ചു പറഞ്ഞ് അത് വേണം, പാർട്ടിയെ വിമർശിക്കണം എന്നുള്ളത് ഒരു നല്ല നേതാവിന്റെ ഗുണമാണ്. പക്ഷേ PV അൻവർ നല്ല നേതാവായിട്ടല്ല പാർട്ടി വിമർശിക്കുന്നത്. PV അൻവറിന്റെ ലക്ഷ്യങ്ങൾ വേറെയാണ്. ആ ലക്ഷ്യങ്ങൾ പിണറായിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പിണറായി വാ തുറക്കാത്തത്, ജയശങ്കർ വാ തുറക്കാത്തത്, അല്ലെങ്കിൽ ജയശങ്കർ അൻവറിനെ മറുപടി നൽകാത്തത്. ജയശങ്കറിന് മറുപടി നൽകാൻ യോഗ്യനേ അല്ല അൻവർ. കേരളത്തിൽ അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ യോഗ്യൻ പോരാളി ഷാജി മാത്രമേ ഉള്ളൂ. പോരാളി ഷാജിക്കാണ് അൻവർ ഹീറോ. ബാക്കിയുള്ളവർക്കെല്ലാം അൻവർ സീറോയാണ്. അൻവറിന്റെ വാക്കുകൾ ആരാണ് കേൾക്കുന്നത്? ഇപ്പോൾ അൻവറിനെ നമുക്കൊരു രാഷ്ട്രീയ നേതാവായിട്ട് പോലും കരുതാൻ പറ്റില്ല. കാരണം പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു സീറ്റിൽ MLA ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, നേട്ടങ്ങളുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് മാത്രം നിലകൊണ്ട ഒരാൾ എന്നേ പറയാൻ പറ്റും. അല്ലാതെ അദ്ദേഹത്തെ ഒരു MLA ആയി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. തീർച്ചയായിട്ടും PV അൻവറിന്റെ ഇത്തരം സ്വപ്നങ്ങൾ അങ്ങ് ചുരുട്ടിക്കൂട്ടി വയ്ക്കേണ്ടിടത്ത് വയ്ക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ജയശങ്കറിന്റെ അടുത്ത് ചിലവാകില്ല. അതെ.